ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതിക്ക് എന്തോ ആപത്ത് സംഭവിച്ച് ശ്രുതി മരിച്ചു എന്ന് കരുതിയിട്ട് അശ്വിൻ ഓടി വരിക കേട്ടോ. ആംബുലൻസിലോട്ട് ഒരു സ്ത്രീയെ കൊണ്ടുപോകുന്നതും കണ്ട് അശ്വിൻ ഇങ്ങനെ പൊട്ടിക്കരയുമ്പോൾ തൻ്റെ വണ്ടിയുടെ പിറകിൽ നിന്ന് ശ്രുതിയുടെ ഒരു ശബ്ദം കേൾക്കുന്നു കേട്ടോ. താൻ ആകെ സന്തോഷം കൊണ്ട് എന്താ പറയേണ്ടതെന്നറിയാതെ അശ്വിൻ തൻ്റെ കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ ഒരു കടല കച്ചവടക്കാരനായിട്ടും ഇങ്ങനെ വഴക്ക് കൂടുന്നതായിരിക്കൂട്ട കാണുക. ഇത് കാണുന്ന ശ്രുതിയെ കാണുന്ന അശ്വിൻ ഓടിച്ചെല്ലും കേട്ടോ. പിന്നീട് ശ്രുതി പെട്ടെന്ന് തൻ്റെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടുന്നത് പോലെ ശ്രുതിക്ക് ഇങ്ങനെ തോന്നാണ്. കാരണം അശ്വിൻ അരികത്തെത്തുമ്പോൾ തൻ്റെ ആ ഒരു പ്രണയം ആരോ തൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട് എന്ന ആ ഒരു തോന്നലുണ്ടല്ലോ, അത് ശ്രുതിക്കുള്ളിൽ വരുമ്പോൾ ശ്രുതി തിരിഞ്ഞു നോക്കുമ്പോൾ താൻ കാണുന്ന കാഴ്ച അശ്വിനെ ആയിരിക്കൂട്ടോ. അശ്വിനെ കാണുന്ന ശ്രുതി ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നാൽ ഈ സമയം അശ്വിനാണെങ്കിൽ സന്തോഷം കൊണ്ട് എന്താ പറയേണ്ടതെന്ന് അറിയാതെ അശ്വിൻ ഇങ്ങനെ അങ്ങനെ പകച്ചു നോക്കി നിൽക്കണം കേട്ടോ. ശ്രുതിയെ ഹിമവിട്ടാതെ ഇങ്ങനെ നോക്കുമ്പോൾ ശ്രുതി അശ്വിനെ തിരികെയും നോക്കണം കേട്ടോ. എന്നിട്ട് ശ്രുതിയുടെ നേർക്ക് അശ്വിൻ അങ്ങ് ചൂടാവണേ. നീ എന്ത് പണിയാണ് കാണിച്ചത്? നീ എവിടെയായിരുന്നു? എത്ര നേരമായി? നിനക്കെന്തെങ്കിലും സംഭവിച്ചോ എന്ന് കരുതിയിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ മനസ്സ് കെടുന്ന് വിതുമ്പുന്നേ എന്ന് പറയുമ്പോൾ അശ്വിനോട് ചോദിക്കുകയാണ് ശ്രുതി, എന്തിന് നിങ്ങൾ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്? നിങ്ങൾ എന്തിനാ എനിക്ക് വേണ്ടി നിങ്ങളിങ്ങനെ വേദനിക്കുന്നതെന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പം അത് കേട്ട ഉടൻ തന്നെ അശ്വിൻ പറയണേ, പിന്നെ നീ അവിടെ നിന്നും നെയ്യെടുക്കാനെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എത്ര സമയമായി? ഇത്രയും സമയമായി നിന്നെ കാണാതിരിക്കുമ്പോൾ ആരായാലും പേടിക്കില്ലേ? എത്ര നേരമായി നിൻ്റെ ഫോണിലോട്ട് വിളിക്കുന്നത്, എന്നാൽ ഫോൺ എടുത്തില്ല എന്നൊക്കെ ഇങ്ങനെ തുടരെ പറയുമ്പോൾ ഇയാളെന്തിനാ എൻ്റെ കാര്യത്തിൽ ഇത്രയും ഇങ്ങനെ വിഷമിക്കുന്നത് എന്ന ഭാവത്തിൽ ശ്രുതി ഇങ്ങനെ നോക്കണം കേട്ടോ. ഈ സമയം ശ്രുതിയുടെ നോട്ടം ഇങ്ങനെ കാണുമ്പോൾ അശ്വിൻ ഇങ്ങനെ ചൂടായും കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് അങ്ങോട്ടേക്ക് കയറി വരുന്നത് കേട്ടോ. ശ്രുതി എന്ന് പറഞ്ഞ് ഓടി വരികയാണ്. എന്നാൽ ഈ സമയം എനിക്ക് കണ്ട ഉടൻ തന്നെ അശ്വിൻ, താൻ എന്താടോ ചെയ്തത്? താൻ അവിടെ നിന്നും ശ്രുതിയെ അങ്ങ് കൊണ്ടുപോരുകയും ചെയ്തു. എന്നാൽ തൻ്റെ ഫോണിലോട്ട് ഒന്ന് അടിച്ചാൽ തനിക്കത് എടുത്തൂടെ എന്ന് പറയുമ്പോൾ എനിക്ക് തൻ്റെ ഫോൺ തപ്പാണ് കേട്ടോ. അപ്പോഴാണ് തൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന ഫോൺ എടുത്ത്, അയ്യോ ഫോൺ സൈലൻ്റ് ആയിരുന്നു. നിൻ്റെ ഒരു സൈലൻറ്റ് മനുഷ്യനാകെ ടെൻഷനായിപ്പോയി. എന്തെങ്കിലും സംഭവിച്ചോ എന്നൊരു പേടി എന്നിൽ ഉണ്ടായി എന്ന് പറയാനേട്ടോ. അപ്പോൾ ഈ സമയം അതിന് ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് എനിക്ക് പറയാം. അത് നിനക്ക് പറയാം. നീ അവിടെ നിന്ന് നെയ്യെടുക്കാൻ എന്ന് പറഞ്ഞ് പോന്നിട്ട് എത്ര നേരമായി? എന്നിട്ട് വന്നു കയറുന്ന സമയം ഇതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ ഇങ്ങനെ ചൂടായും കൊണ്ടിരിക്കണം കേട്ടോ. തുടരെ അശ്വിൻ ഇങ്ങനെ ചൂടാകുമ്പോൾ എന്താണ് ഇവിടെ അശ്വിന് എന്നുള്ള ഭാവത്തിൽ ശ്രുതി ഇങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ. അങ്ങനെ ശ്രുതിക്ക് മനസ്സിലാവാണ് തന്നോടുള്ള കരുതലും സ്നേഹവുമാണ് അശ്വിൻ്റെ ഉള്ളിൽ. പക്ഷേ അത് അശ്വിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. അല്ലെങ്കിൽ അശ്വിൻ തന്നെ പറയും, നീ എന്തിനാടി എന്നോട് ഇത്ര പ്രണയം കാണിക്കുന്നതെന്ന് ആ ഒരു പറച്ചിൽ പറയും. അത് വേണ്ട, അതുകൊണ്ട് തന്നെ അശ്വിൻ തന്നെ അത് പറയണമെന്ന് ആ ഒരു തീരുമാനം എടുക്കണം കേട്ടോ. എന്നിട്ട് ശ്രുതി പറയാണ്, അല്ല നിങ്ങളെന്തിനാ എൻ്റെ കാര്യത്തിൽ ഇത്ര വല്ലാത്ത ടെൻഷൻ അടിക്കുന്നത്? അപ്പോഴേക്കും എനിക്കേ പറയണേ, ശ്രുതി ഞാൻ നിനക്ക് വള വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്, ഇതാ വള. അപ്പോൾ ഉടൻ തന്നെ അശ്വിൻ പറയണേ, ഞാനെന്തിനാ ടെൻഷൻ അടിക്കുന്നതെന്നാ? റോട്ടിൽ നിൻ്റെ ചെരുപ്പ് കണ്ട്, അതുപോലെ തന്നെ നിൻ്റെ കുപ്പി വളകളും കണ്ടു. അത് കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. നിനക്കെന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ എന്ന് കരുതിയിട്ട്. അപ്പോൾ എനിക്ക് ഈ വള അതേ സെയിമിലുള്ള വള ഇങ്ങനെ കൊടുക്കുമ്പോൾ ശ്രുതി, ഹായ്, ഇത് എൻ്റെ കയ്യിലിട്ടിരുന്ന അതേ സെയിം വള എവിടെ നിന്നും കെട്ടി? അത് പിന്നെ എൻ്റെ ശ്രുതി എന്തെങ്കിലും എന്നോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ഞാനത് കണ്ടറിഞ്ഞ് ചെയ്യേണ്ടേ? അപ്പോൾ ഉടൻ തന്നെ ഞാൻ ചോദിച്ചതിന് എന്താ മറുപടി പറയാത്തത് എന്ന് അശ്വിൻ പറയണേ. നിൻ്റെ ചെരുപ്പ് അവിടെ കിടക്കുന്നു, വള പൊട്ടിക്കിടക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? നിനക്കെന്തോ ആപത്ത് സംഭവിച്ചിരിക്കുന്നു എന്നല്ലേ? പിന്നെ ഞാൻ എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ ശ്രുതി പറയണേ, അതെ എനിക്ക് ഈ നിൽക്കുന്ന എനിക്കിടെ വണ്ടി ഒന്ന് കേടായി. പിന്നീട് നടന്നു പോരുന്ന ഇടയ്ക്ക് എൻ്റെ കാലൊന്ന് സ്ലിപ്പായി ചെരുപ്പ് പൊട്ടുകയും ചെയ്തു. പിന്നീട് ഞങ്ങൾ ഇവിടെ നിന്നും വണ്ടി നേരെയാക്കുന്നത് വരെ ഇവിടെ ഞാനൊന്ന് നിന്നതാണ്. കയ്യിൽ മൊബൈൽ ഇല്ലാത്തത് കൊണ്ട് വിളിച്ച് പറയാനും കഴിഞ്ഞില്ല എന്ന് പറയട്ടോ. എന്നിട്ട് എനിക്ക് പറയണേ, എൻ്റെ അശ്വിൻ ബ്രോ, ഇവൾക്ക് ഷൂ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവൾക്ക് ഷൂ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് കാലിൽ നോക്കുമ്പോൾ എനിക്കിടെ ഷൂ ഇങ്ങനെ ശ്രുതി ഇട്ട് നിൽക്കുന്നതായിരിക്കും കേട്ടോ. ഇത് കാണുന്ന അശ്വിന് ഒരു ദേഷ്യം ഇങ്ങനെ തലക്ക് കയറാണ്. ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ എനിക്കിങ്ങനെ ദേഷ്യത്തോടു കൂടി എനിക്ക് അതേപോലെ തന്നെ ശ്രുതിയെ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നോക്കണം. ഇനി മറ്റുള്ളവരെ കണ്ണി കണ്ട ആണുങ്ങളുടെ ചെരുപ്പ് നിനക്ക് ഇടേണ്ട ആവശ്യമുണ്ടടി എന്നുള്ള ആ ഭാവത്തിലാണ് ശ്രുതി ഇങ്ങനെ നോക്കുന്നത്. എന്നിട്ട് ശ്രുതിയോട് പറയണം, മതി, നീ
ഇവിടെ നിന്നത് മതി മതി പോവാം, വീട്ടിലേക്കിട്ട് വാ എന്ന് പറയുമ്പോൾ ശ്രുതി പറയണേ എനിക്കേടെ വണ്ടി ശരിയല്ലോ, ഞാൻ അതിൽ പോന്നോളാം എന്ന് പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നീ എൻ്റെ കൂടെ തന്നെ വരണം എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ അങ്ങ് വലിച്ചഴിച്ച് അശ്വിൻ വീണ്ടും കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ശ്രുതി പറയണേ ഞാൻ വരുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്ക് പറയണേ ശ്രുതി നീ അശ്വിൻ്റെ കൂടെ പോയിക്കോ, ഞാൻ ബൈക്കല്ലേ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് അതിൽ പോകുന്നതിനേക്കാൾ നല്ലത് നീ ഇതിൽ അങ്ങ് പോയേക്ക്, നിൻ്റെ കയ്യിൽ നിൻ്റെ ചെരുപ്പില്ലാത്തതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അതിലങ്ങ് പറഞ്ഞയക്കാനിട്ട്. അപ്പോഴും മെൻകയുടെ ഷൂ ഇട്ടിട്ടാണ് ശ്രുതി പോകുന്നത്. പിന്നീട് ശ്രുതിയും അശ്വിനും ആ വണ്ടിയിൽ ഇങ്ങനെ യാത്രയാവാണ്. അശ്വിൻ്റെ മുഖത്തുള്ള ആ പരിഭ്രാന്തിയും ടെൻഷനൊക്കെ കണ്ട് ശ്രുതി ആകെ അന്താളിച്ച് നിൽക്കുകയാണ്. തന്നോടുള്ള സ്നേഹം കരുതലും ഉണ്ട്, പക്ഷേ ഇയാൾക്ക് എന്നോട് ഇഷ്ടമാണെന്നുള്ളൊരു വാക്ക് പറയാൻ കഴിയുന്നില്ലല്ലോ, അത് പറയിപ്പിക്കണം തന്നെ ശ്രുതിയും ചിന്തിക്കുന്ന കേട്ടോ. അങ്ങനെ അശ്വിനാണെങ്കിൽ ഇവളെന്തെങ്കിലും ഒന്ന് എന്നോട് സംസാരിച്ചെങ്കിലല്ലേ ഇവളോട് എനിക്കത് തിരിച്ച് പറയാൻ കഴിയുള്ളൂ എന്ന പാവത്തിൽ അശ്വിൻ നിൽക്കുന്നു കേട്ടോ. അങ്ങനെ ഈ സമയം അശ്വിൻ ഇങ്ങനെ ശ്രുതിയെ തന്നെ അങ്ങ് നോക്കുന്നു, ശ്രുതി അശ്വിനെയും നോക്കുന്നുണ്ട്. അതിനിടയ്ക്കാണ് ശ്രുതിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വരുന്നത്, എനിക്കയുടെ വള എന്നുള്ള ആ ഓർമ്മ വരുന്ന കേട്ടോ. അപ്പോൾ അശ്വിനാണെങ്കിലും ഇവളൊന്നും മിണ്ടുന്നില്ലല്ലോ, വാ തോരാതെ സംസാരിക്കുന്ന ഇവളെന്താ ഇന്നൊന്നും മിണ്ടാത്തെന്ന് കരുതി അശ്വിൻ മനഃപൂർവ്വം അങ്ങോട്ട് എടുത്തിടുക. നിനക്കെന്താ സീറ്റ് ബെൽറ്റ് ഇട്ട് ഇരുന്നൂടെ, എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് സീറ്റ് ബെൽറ്റ് ഇട്ട് ഇരിക്കണമെന്ന്. അത് കേൾക്കുന്ന ശ്രുതി എന്ത് ചെയ്യും, തൻ്റെ ഷോളങ്ങ് നീക്കിയിട്ട് കാണിച്ചു കൊടുക്കണം, ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്, ഷോളിൻ്റെ മറവിൽ കാണാതിരുന്നതാണെന്നുള്ള ഭാവം കാണിക്കണം. അപ്പോഴും ശ്രുതി മിണ്ടുന്നില്ല. പശുവിനാണെങ്കിലോ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ ഇവള് മനസ്സിലാക്കുന്നില്ല എന്ന ഭാവത്തിൽ ഇങ്ങനെ അശ്വിൻ ശ്രുതിയെ നോക്കണേട്ടാ. എന്നാൽ ഈ സമയം ശ്രുതിയാണെങ്കിൽ എൻകെയുടെ വള പെട്ടെന്ന് ഇങ്ങനെ എടുത്തിട്ട് കയ്യിലിടാൻ നോക്കുകയാണ്. അപ്പം നല്ല ടൈറ്റുള്ള വളയായിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവുക. അങ്ങനെ ശ്രുതി ആ വള തൻ്റെ കൈകളിൽ ഇടാൻ ശ്രമിക്കുന്ന സമയത്ത് അശ്വിൻ പറയണേ, അതെ ആ വളയുടെ സൈസ് ശരിയല്ല, അത് നിൻ്റെ കൈകൾക്ക് ഭാഗമല്ല എന്നിങ്ങനെ അശ്വിൻ പറയുന്ന സമയത്ത് ശ്രുതി പറയണേ, അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്, ഞാൻ എൻ്റെ കയ്യിലിട്ട് നോക്കിയെങ്കിലല്ലേ അതെനിക്കറിയാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ശ്രുതി വീണ്ടും ഇടാൻ ഒരുങ്ങുമ്പോൾ അശ്വിൻ പറയണേ, കൈ മുറിയും വേദനയാവും, വേണ്ടാത്തതിന് നിൽക്കണ്ട എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഇല്ല എൻ്റെ കൈയൊന്നും മുറിയില്ല, ഞാനിത് ഇട്ടതാണ്, ഇടും എന്ന് പറയണേട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന അശ്വിൻ പറയണേ, എനിക്കേക്ക് എന്തറിയാം, അവനൊരു പൊട്ടനാണ്, അവന് സൈസും കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് പറയണേട്ടോ. എന്നാൽ ഈ സമയം ഇത് ശ്രുതിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. അങ്ങനെ ശ്രുതി എന്ത് ചെയ്യുന്നത്, തൻ്റെ കൈകളിൽ ആ വളങ്ങ് ഇടുന്ന സമയത്ത് തൻ്റെ കൈയിൻ്റെ ഉള്ളിലോട്ട് വളയുടെ പൊട്ടങ്ങ് കയറിപ്പോവാണ് കേട്ടോ. ഇതേ സമയം ശ്രുതി അയ്യോ എന്ന് പറഞ്ഞങ്ങ് നിലവിളിക്കുമ്പോൾ അശ്വിൻ വണ്ടി ചവിട്ടാണ്. എന്നിട്ട് പറയാം, ഞാൻ അപ്പോഴും നിന്നോട് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് അങ്ങ് ഇറങ്ങുമ്പോൾ ശ്രുതി എന്താ ഇനിയിപ്പോൾ എന്നെ അടിക്കാനാണോ വരുന്നത് എന്ന ഭാവത്തിൽ ശ്രുതി ഇങ്ങനെ പേടിച്ച് നിൽക്കുമ്പോൾ അശ്വിൻ ശ്രുതിയുടെ ഭാഗത്തുള്ള ആ ഡോറങ്ങ് തുറന്നിട്ട് ശ്രുതിയുടെ കൈകളങ്ങ് പിടിച്ച് വലിക്കുകയാണ് കേട്ടോ. ഇതേ സമയം ശ്രുതി തൻ്റെ കൈകൾ പിന്നോട്ട് വലിക്കാൻ ശ്രമിക്കുമ്പോൾ അടക്കിയിരിക്കുക അവിടെ എന്ന ഭാവത്തിൽ അശ്വിൻ അങ്ങ് കാണിക്കുകയാണ്. പിന്നീട് വീണ്ടും ശ്രുതിയുടെ കൈകൾ അശ്വിൻ അങ്ങ് പിടിച്ച് വലിക്കുകയാണ്. എന്നിട്ട് ആ വളപ്പൊട്ട് എടുക്കാൻ ശ്രമിക്കുമ്പോൾ അയ്യോ അമ്മേ എന്നിങ്ങനെ ശ്രുതി വിളിക്കുമ്പോൾ അശ്വിൻ ഇങ്ങനെ ശ്രുതിയെ നോക്കുകയാണ്. അപ്പോൾ ആ നോട്ടം തന്നെ ശ്രുതിയെ തേപ്പിച്ച് കളയുന്ന ഒരു നോട്ടമായിരിക്കും. അത്രയും പ്രണയത്തോട് കൂടിയിട്ടുള്ള ആ പ്രണയം തുളുമ്പുന്ന ആ നോട്ടം നോക്കുമ്പോൾ ശ്രുതി നാണം കൊണ്ട് തലതാഴ്ത്തി നിൽക്കുകയാണ്. ഇതേ സമയം അശ്വിൻ ആ കൈകൾ അങ്ങ് പിടിച്ചിട്ട് തൻ്റെ ചുണ്ടുകൊണ്ട് ആ കുത്തിയിരിക്കുന്ന വളപ്പീസ് ഉണ്ടല്ലോ അത് തൻ്റെ ചുണ്ടുകൊണ്ട് തന്നെ ആ ശ്രുതിയുടെ കൈകളിൽ നിന്ന് അതങ്ങ് കടിച്ചെടുക്കുകയാണ്. പിന്നീട് അശ്വിൻ ആ ചോരയൊക്കെ തുടച്ചതിന് ശേഷം അശ്വിൻ തൻ്റെ കർച്ചീഫ് കൊണ്ട് ശ്രുതിയുടെ കൈ കെട്ടിക്കൊടുക്കുമ്പോൾ ശ്രുതിയുടെ മനസ്സിൽ വല്ലാത്തൊരു സ്നേഹം അശ്വിനോട് തോന്നാനായിട്ട്, ഇയാൾക്ക് എന്നെ ആത്മാർത്ഥ സ്നേഹമുണ്ട്, പക്ഷേ ഇയാളൊന്ന് തുറന്ന് പറഞ്ഞെങ്കിൽ എന്നിങ്ങനെ ശ്രുതി ചിന്തിക്കുന്ന കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ശ്രുതിക്ക് അതിനനുസരിച്ചുള്ള വള അശ്വിൻ വാങ്ങിക്കൊടുക്കും. അപ്പോൾ അതിനെക്കുറിച്ച് റിവ്യൂ നെക്സ്റ്റ് എപ്പിസോഡിൽ പറയാം കേട്ടോ. അപ്പോൾ ഇതുപോലെ എന്നും ഈ ചാനലിൽ അപ്കമിങ് റിവ്യൂസ് പറയുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, എങ്കിലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.